അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി സീബ്ര കേക്കാണ്. അപ്പോൾ ഈ സീബ്ര കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓവനോ ബീറ്ററോ ഒന്നും തന്നെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു അരിപ്പയിലേക്ക് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 നുള്ളു ഉപ്പും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് ഇതെല്ലാം നമുക്ക് നന്നായിട്ട് അരിച്ചിട്ടെടുക്കണം. ഒരു 2-3 തവണ അരിച്ചെടുത്താൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഈ പൊടികളെല്ലാം നമ്മളിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര, എന്നിട്ട് ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ചു വെച്ച പഞ്ചസാരയിലേക്ക് ഒരു 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും ഒഴിച്ചൊഴിക്കാം. ഇതെല്ലാം ചേർത്ത് നമുക്ക് മിക്സിയിൽ നന്നായി അടിച്ചെടുക്കാം. നമ്മൾ അടിച്ചു വെച്ച മുട്ടയുടെ മിക്സിലേക്ക് ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദ കുറച്ചായി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ 1 കപ്പ് ഓയിൽ കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിത് മാർബിൾ കേക്കാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് പകുതി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അതിൽ കൊക്കോ പൗഡർ കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. മാറ്റിവെച്ച ഒരു ബാറ്ററിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ 2 ബാറ്ററും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന പാത്രത്തിൽ കുറച്ച് ഓയിൽ എല്ലാവരും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റവ് കത്തിക്കാതെ തന്നെ ആദ്യം ഇതിലേക്ക് നമ്മൾ കുറച്ച് വാനിലിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റിൻ്റെ ബാറ്ററും കൂടി ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വാനില, പിന്നെ ചോക്ലേറ്റ്, വാനില, ചോക്ലേറ്റ്, അങ്ങനെ ഇതാക്കിയിട്ട് ഫുൾ ഒന്ന് ബാറ്റർ തീരുന്നവരെ ചെയ്ത് കൊടുക്കാം. ബാറ്റർ തെച്ച് ഒഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഗ്യാസിൽ സ്റ്റവ് കത്തിച്ചിട്ട് വെക്കേണ്ടത്. ബാറ്റർ ഒഴിക്കുമ്പോൾ നമ്മൾ സ്റ്റവ് കത്തിക്കേണ്ട ആവശ്യമില്ല. ബാറ്റർ ഒഴിച്ചതിന് ശേഷം ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് നമ്മളൊരു 2 കൊട്ടലും കൊടുക്കണം. എന്നാലേ ബബിൾസൊക്കെ പോകും. എന്നിട്ട് ഒരു ടൂത്ത് പിക്കോ ഇറുക്കിളിയോ എന്തെങ്കിലും എടുത്തിട്ട് നമ്മളൊരു പൂവിൻ്റെ ഡിസൈൻ വെക്കണം. മാർബിളിൻ്റെ ഡിസൈൻ ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യാം. ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെക്കാം. ഇത് ചെറിയ ഫ്ലെയിമിലാണ് നമ്മൾ വെക്കേണ്ടത്. വെക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരു ഫ്രൈ പാനോ അങ്ങനെ എന്തെങ്കിലും വെച്ചു കൊടുക്കണം. ഒരു 30-35 മിനിറ്റ് വരെ ഇത് വെക്കാം. അപ്പം നമ്മൾ മാർബിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബായ്.